experience. പുല്ല് എന്തൊരു ചെളി കഴിക്കൂടെ കയറി പണ്ടാറ് തുടങ്ങി. അച്ചാച്ചാ അച്ചാച്ചാ ഓ ബാ എന്ത് കഴിക്കാം. എന്ത് കഴിക്കാൻ? അപ്പവും ഗ്രീൻ പീസ് കറി. ഓ കേറി വന്ന വിശപ്പ് എരിഞ്ഞ് താഴോട്ടങ്ങ് പോയി. പിന്നെ അത് ഇഷ്ടമാണല്ലോ. അത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോ ഏത് സാധനം ഇഷ്ടപ്പെടാത്തത്? സ്ഥിരമായിട്ട് എപ്പോഴാ കഴിച്ചത്? മെനഞ്ഞാന്നല്ലായിരുന്നു. ഞാൻ ഗ്രീൻ പീസ് അല്ലായിരുന്നല്ലോ, കടലക്കറി അല്ലായിരുന്ന. അപ്പത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. അതിന്റെ നല്ല നായരായിട്ട് അടച്ചത് അപ്പം ചമ്മന്തി. ആഹാ. അതുമല്ല ഞാൻ വന്നപ്പോഴേ നമ്മുടെ തിരുമല ജംഗ്ഷനിൽ നിന്നൊരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു. ചായ അത്. അപ്പൊ ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പെങ്ങളുണ്ട്, ചൂടാണ്. ഒരു ജ്യൂസ് എനിക്ക് വാങ്ങിച്ചോണ്ട് തരാലോ. അത് ചെയ്തില്ലല്ലോ. പള്ളി ഇയാള് തണ്ണിമത്തം കുടിക്കത്തില്ലല്ലോ. ഇയാള് മൊസാമ്പി. ഞാൻ കുടിക്കാൻ തുടങ്ങി. അതിനിപ്പോ ഈ വണ്ടിയെ ശരിയാക്കി കൊണ്ട് കൊടുക്കാൻ പോണം. അന്നേരം മേടിച്ചോണ്ട് തരാം. വന്ന് കഴിച്ചിട്ട് പോയി. എന്റെ പണി തീർക്കട്ടെ. വാ. ഇത് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ട്. വേറൊരു വണ്ടി അവിടെ ഇരിപ്പുണ്ട്, അതും ശരിയാക്കാൻ കിട്ടും. കയ്യിൽ പൈസ കിട്ടുന്നേ. എടാ നാത്തോട് അവിടെ കിടന്നാണ്ട് എന്റെ അടുത്ത് 3-4 ദിവസം കൊണ്ട് യുദ്ധം അറിയാം. 10 മിനിറ്റ് പോരെ കഴിച്ചിട്ട് പോണേ. ഇല്ല ഇത് പെട്ടെന്ന് തരും. വിശപ്പില്ല, വിശപ്പുണ്ട് അറിയാമല്ലോ. പേരെ വിഴുങ്ങുന്ന ആളല്ലേ ഇത്. കഴിച്ചോളാം. റോസ്മേരിക്ക് നാളെ പൈസ ഇട്ട് കൊടുക്കണം. നിങ്ങളെ വിളിച്ച് ഞങ്ങൾ പറയാം 24 മണിക്കൂർ പണിയുണ്ട്, സൂചിച്ച് നടക്കാന്ന് പറയുന്നത്. ഉള്ള കാര്യം നല്ല പണിയുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞ അടുത്ത പണി വരും. ഇത് തന്നെ 1000 രൂപ കിട്ടത്തില്ലേ? സുഹൃത്തെ, താങ്കൾക്ക് അവിടെ നിന്നാണ്ട ക്ലാസ് ഡാൻസ് താറാതിത്തൈ കാണിക്കും പൈസ ഇട്ടത് അതേപോലെ അല്ല. ഇത് എഞ്ചിന് ഓയിലും കരിയോയിലോട്ടുള്ള ഞങ്ങളുടെ ഒരു കൂടിക്കാഴ്ചയാണ്. ഞാനേ ഒരു മാസം 4 ക്ലാസ് എടുക്കുമ്പോഴാണ് എനിക്ക് 500 രൂപ കിട്ടുന്നത്. അച്ചാച്ചനോ? അങ്ങനെ ഒരു വണ്ടി പണിതാ കിട്ടും 1000 രൂപ. 1000 2000 കിട്ടും. പക്ഷെ താങ്കൾക്ക് ഒരു കുട്ടീന്ന് 500 തൊട്ട് 10-40 പിള്ളേരെ 500 എന്ന് ആലോചിച്ചു എത്രയായി? എന്റെ കർത്താവേ. 2000 രൂപ. പിന്നെ ഇത് പോണം, ഏതാ കടവാടക പോണം, 100-120 രൂപ കറണ്ട് ബില്ല്. പിന്നെ ആ മെറ്റേ വരുന്ന തകടയ്ക്ക് ഒരു 1000 രൂപ തീർന്നു. ബാക്കി 10 പൈസ കടയില്ലല്ലോ. വേണ്ടല്ലോ, അത് എടുത്ത് വെച്ചേക്കട്ടെ. വെച്ചാൽ മതി. അച്ചമ്പി പോകുന്നില്ല ഇന്ന്? പോകുന്നുണ്ട്. SP ഓഫീസിലും കണ്ടു പോണെന്ന് പറയുന്നു. പിള്ളേരാ? അതുങ്ങൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഓ വെച്ചിരുന്നാ ഞാൻ വരാം. ചില വിശപ്പാവട്ടെ. അമ്മയുടെ പോവായിരുന്നില്ല. നിനക്ക് പൊക്കൂടായിരുന്നു, പോവാത്തെന്താ? ചേച്ചി ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ടാണ്. ഞാൻ പാവല്ലേന്ന് വിചാരിച്ചു ഇവിടെ ഇരുന്നു. അയ്യോ, നീ പോവില്ലാന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ നിന്നില്ലെങ്കിൽ ഞാൻ പപ്പയെ കാണാൻ പോയാന്. എനിക്ക് വഴക്ക് കിട്ടുന്നു. അയ്യോ, മാമിയും മാമനും കൂടെ എന്നെ വഴക്ക് പറയും. എന്തിന്? ഞാൻ നേരത്തെ ഇവിടെ എണീക്കും. ചേച്ചിയല്ലേ എന്നെ ഇപ്പൊ ലേറ്റ് ആകും. ഞാൻ ചേച്ചി, നീ അനിയനുമാണ്. നീ ഇപ്പൊ തിരിച്ചാ സംസാരിക്കണേ. ആ ഹോസ്റ്റലിൽ നിന്നെ കാട്ടി മുമ്പേ എണീച്ചോണ്ടിരുന്നതാ. ഇപ്പൊ വെക്കേഷൻ ആയപ്പോ ഒന്ന് കിടന്ന് ഉറങ്ങി. രാവിലെ അല്ലേ, തണുപ്പല്ലേ, എന്റെ കൊച്ചും കൂടെ ഒന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചപ്പോ ചേച്ചി കൊച്ചി കിടന്ന് ഉറങ്ങിക്കൂടെ? എന്നെ കൂടെ എന്തിനു വിളിച്ചത്? നാളെ തൊട്ട് വിളിക്കൂല, ക്ഷമിക്കണം. പോ പോ. ഞാൻ വരാം, ഞാൻ കാല് കഴുകിട്ട് വരാം. പൊക്കോ. ഇപ്പൊ കാല് കഴുകി എന്റെ കൂടെ വന്നിട്ട് നിനക്കെന്താ പോയ ഒറ്റയ്ക്ക്? വഴക്ക് കിട്ടണമെങ്കിൽ 2 പേർക്കും കൂടെ കിട്ടണം. മാമനും വഴക്ക്. പോടെ, നീ പൊക്കോ, ഞാൻ വരാം. ചേച്ചി ഇങ്ങി വാ. എടാ പോടാ. ഞാൻ ഇവിടെ നിന്നോളാം. ചേച്ചി കഴുകിട്ട് വാ. എന്റെ ദൈവമേ. വാ. പോ, നടക്ക്. ബ്രഷ് വേണ്ടായിരിക്കും. ബ്രഷ് എടു. അതിനൊരു കാര്യം വരുമോ? പോ. ഇതിന് കഴിച്ചു പോലും നോക്കില്ല. പറയല്ലേ. നീ കഴിച്ചാ? അവനാ റൊണാൾഡോ? ഓ, റൊണാൾഡോ അച്ചാച്ചനെ ഞാൻ എത്ര നേരമായിട്ട് പോയി വിളിക്കാന്നറിയാം. തിരുമലയിൽ എങ്ങാണ്ട് പോയിട്ട് ഒരു വണ്ടി എടുത്തോണ്ട് വന്ന് അത് നന്നായിക്കൊണ്ടിരിക്കുക. ഇനി അത് കഴിഞ്ഞാ അടുത്ത വണ്ടി ഇരിക്കുന്നു. ഭയങ്കര പണിയാണ്. ഇന്നത്തെ ദിവസം എന്നെ നോക്കണ്ട, പണിയോട് പണിയാന്ന് പറഞ്ഞേക്കുന്നു. ആഹാരം പോലും വേണ്ട പണിക്കിറങ്ങിയ നന്നായി വിളിക്കാം. ചായ കുടിച്ച്. അതാണ്. കാരണം ഈ മടിയന്മാര് ചിലപ്പോ ഒരു തീരുമാനം എടുക്കും, പിന്നെ അത് തീരാതെ പിന്മാറില്ല. വിളിക്കണ്ട, ആ ഫയർ അങ്ങനെ അങ്ങ് പോട്ടെ. കൊച്ചുങ്ങളാ രണ്ടിനെ ഞാനിപ്പൊ കുത്തി പൊക്കിയിട്ട് പല്ല് തേക്കെന്ന് പറഞ്ഞ് വിട്ട്. എന്തൊരു ഉറക്കമായിരുന്നു. ഇവിടെ ഹോസ്റ്റലിൽ ഇങ്ങനെ തന്നെ തോന്നണ്. അവിടെ സമയത്ത് പഠിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നാ? ഇപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഗുഡ് മോർണിംഗ്.
ക്ഷമിക്കണം, മാമ നേരത്തെ കഴിച്ചു തുടങ്ങി. നിങ്ങളെ കാത്തിരുന്ന ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമെന്ന് മാമി പറഞ്ഞു. നേരത്തെ വീഴ്ച. ആ നേരത്തെ അല്ല, കുറച്ച് റെസ്റ്റ് ഒക്കെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല അതെ, ഇന്നലെ സിനിമ കണ്ടപ്പോ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി. ആദ്യം ആ ഫോൺ എടുത്ത് മാറ്റി വെക്കണം, എന്നാ നേരത്തെ കിടന്നുറങ്ങും. മാമി വെക്കേഷൻ ഞാൻ എന്ത് പറയണേ? നീ പകല് തൊട്ടേ ഫോൺ കാഴ്ച തന്നെയായിരുന്നു. അതാ വെക്കേഷനിൽ എനിക്ക് കാണാൻ പറ്റൂ. ശരി തന്നെ, പക്ഷെ മക്കള് ഈ പ്രത്യേകിച്ച് രാത്രിയില്ലേ നമ്മളെല്ലാം ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടല്ലേ കാണുന്നത്. അത് കണ്ണിന് ദോഷം വരും. ഒന്നാം തന്നെ കാഴ്ചക്ക് കുറച്ച് കുറവ് ഇതുകൊണ്ടാണ് കണ്ണാടിയൊക്കെ വെക്കാൻ പറഞ്ഞിരിക്കുക. വെറുതെ എൻ്റെ ഇടയിൽ പോയി ഇനി രാത്രി ഉറക്കുളച്ചിരുന്ന് കാണും, കണ്ണിന് താഴെ കറക്കും. ആ അത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ്. അല്ല, ലൈറ്റ് ഓഫ് ആയിട്ടാണ് ചേച്ചി കണ്ടത്. ഇന്നലെ ലൈറ്റ് ഓഫ് ചെയ്തോ? അത് മാമന് ബോധമില്ല. രണ്ടും കൂടെ ഇവ സിനിമ കണ്ട് 10 മിനിറ്റ് കഴിയുമ്പോ ഇവ ഉറങ്ങും. അപ്പൊ ഇവന്റെ വിചാരം ഇരുട്ടെന്നാണ്. ചേച്ചിക്ക് ഓർമ്മയില്ല പോയ. എടാ നീ നേരത്തെ എഴുന്നേക്കണല്ലേ, നീ എന്ത് താമസിച്ചത്? ഞാൻ നേരത്തെ എണീറ്റ്. അപ്പൊ ഈ ചേച്ചിയാണ് നീ ഇപ്പൊ എണീക്കണ്ട, നമുക്ക് കിടന്നുറങ്ങാന്ന് പറഞ്ഞ ചേച്ചിയാണ് കെട്ടിപ്പിടിച്ച് കിടന്നു. ഇവൻ നേരത്തെ എഴുന്നേറ്റ് ഇവക്ക് എഴുന്നേക്കണ്ടേ, അതിനാ. മാമി നല്ല തണുപ്പായിരുന്നു. ഇപ്പോഴല്ലേ ഇതൊക്കെ വെക്കേഷൻ സമയത്ത് മാമ അല്ലേ? അപ്പൊ പിന്നെ ഉറങ്ങി. അല്ലേ തന്നെ നല്ല സിനിമയായിരുന്നു. അത് പിന്നെ പാതിക്ക് തീരാതെ ഉറങ്ങാൻ തോന്നിയില്ല. മക്കളെ, മൊബൈലിൽ സിനിമ കാണല്ലേ, തിയേറ്ററിൽ പോവാണ് സിനിമ കാണാൻ. സിനിമ എപ്പോഴും തിയേറ്ററിൽ പോയി, അപ്പൊ അതിന്റെ ഒരു എഫക്ട് ഒക്കെ വേറെ അല്ലേ. മഴയെങ്കിൽ മഴ, ഇടിയെങ്കിൽ ഇടി. ആ തിയേറ്റർ ആണ് ബെസ്റ്റ്. പക്ഷെ ഇപ്പൊ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? അത് കറക്റ്റ്. നമ്മളെ ടി വി ആണെങ്കിൽ സ്മാർട്ട് ടി വി അല്ല, പണ്ടത്തെ ചാനലിലൊക്കെ പണ്ടത്തെ സിനിമയുള്ളൂ. ഏട്ടന് അറിയല്ലേ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ് നല്ല എഫക്റ്റ് എന്ന്. സിനിമ കാണുമ്പോ തിയേറ്ററിൽ കാണണം. ആ പക്ഷെ ആരും കൊണ്ടുപോകില്ലല്ലോ. എല്ലാരും വാഗ്ദാനങ്ങള്. വെക്കേഷൻ കഴിഞ്ഞാൽ നിന്നെ ആ സിനിമ കാണിക്കാം, ഈ സിനിമ കാണിക്കാം, മൊത്തം സിനിമ ആയിരിക്കും. സമയവും സന്ദർഭവും ഒത്തുവരാത്തോണ്ടല്ലേ മക്കളെ. അത് ഈ പറഞ്ഞ അതെന്ന് ഒത്തു വരും. നമുക്ക് പരാതിയൊന്നുമില്ലേ? അപ്പൊ പിന്നെ അവര് ഫോണിൽ കാണും, അത്രേ ഉള്ളൂ. ഓ, നിങ്ങൾ എല്ലാവരുടെ പ്ലാൻ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നല്ലേ. ഒരാൾ അങ്ങോട്ടിടുന്നു, ഒരാൾ ഇങ്ങോട്ടിടുന്നു, എല്ലാം നേരെ, എല്ലാ ബോളും എന്റെ നേരെ. സിനിമ കണ്ടാലോ നമുക്കെങ്കിൽ? എന്ത് മൊബൈലില്ല? ഞാൻ കൂടുതൽ പിള്ളേരെ കൂടെ നിൽക്കല്ലേ മക്കളെ. തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം. എന്റെ സംസാരമല്ല, തുടരെ സിനിമ കാണാൻ പോകുന്നു. എന്ത് സന്തോഷമില്ലാത്ത ഇതും വാഗ്ദാനമല്ലേ? ഇത് നടപ്പാവാൻ പോകുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞത്. ഉറപ്പ്? ഇന്ന് ഞാൻ SBFC പോയിട്ട് ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. നീ മാമനെ വിളിച്ച് പറഞ്ഞിട്ടെ, അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മക്കളെ, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് മക്കളെ ഒന്ന് റെഡിയാക്കി എടുത്താൽ പറഞ്ഞാൽ. ഓ ആ വഴി പോവും. SBFC ഞാൻ വരുന്നു, ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോകുന്നു, ഭക്ഷണം കഴിച്ചിട്ട്. പെട്ടെന്ന് കഴിച്ചിട്ട് കുളിക്ക്. ഞാൻ എഴുതാക്കാം. കഴിച്ചിട്ട് പോയി റെഡിയാവും രണ്ടുപേരും. റെഡി ആവുമ്പോ കേട്ടോ. അമ്മയെ വിളിച്ച് പറഞ്ഞേ. മതിയാ? മതി മതി മതി, നീ എല്ലാം തിരക്കാം. ഇന്ന് കൊണ്ടു കൊടുക്കണം. ഓ, വേറെ 2 വണ്ടി വെയിറ്റിംഗ്. ഓ എന്റെ പൊന്നോ, കൊള്ളാം കൊള്ളാം, നന്നായി. ആഹാ, എവിടെ പോരുന്നത്? ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാം. ആ, തമ്പിയണ്ണല്ലേ ഇവിടെ? ഇല്ലേ, ഈ സീസണിലെ ഇന്ന് അവസാന നാടകമല്ലേ. ആ, തമ്പിയണ്ണൻ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല കേട്ടാ. കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി എനിക്ക് ഉത്സവപ്പറമ്പിലായിരുന്നു. അവിടെ തമ്പിയുടെ നാടകം ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി വേറെ ആളാ കേട്ടാ പുള്ളി. ഞങ്ങളിവിടെ കൈയടിച്ചു പോയി. പക്ഷെ എന്ത് ചെയ്യാ, ഇപ്രാവശ്യം കുറച്ചല്ലേ കളിച്ചോളൂ. ആ, സാരല്ല, അടുത്ത വർഷം കളിക്കാൻ പറ്റില്ല നാടകം. ഒരു നാടകം വീണ്ടും വീണ്ടും കളിക്കൂലേ? ചിലപ്പോ കളിക്കാരും. ഞാൻ അന്വേഷിച്ചത് പറഞ്ഞേ. സുലാൻഡി എവിടെ പോയി? ഞാൻ കടയിൽ പോയി. എന്ത്? കുറച്ച് സാധനം വാങ്ങിക്കാം. അച്ഛമ്മ എന്താ നാടകത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത്? ആ, തമ്പിച്ചേട്ടന്റെ നാടകേ അടിപൊളിയായിരുന്നു. അച്ഛമ്മ കണ്ടതാ? ഞാനും കണ്ടായിരുന്നു. അവിടെ പേട്ടമ്പലത്തിൽ ഉണ്ടായിരുന്നു. സൂപ്പർ നാടകം കേട്ടോ. കിടുക്കി. നാടകം കണ്ടായിരുന്നോ? കണ്ടില്ലേ? ഇല്ല, എനിക്ക് ഇപ്രാവശ്യം എനിക്ക് കാണാൻ പറ്റില്ല. ആണല്ലേ? പിന്നെ ഞാൻ സുലിച്ചേച്ചിയായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ പുറത്ത് ഞാൻ പറയുക, വേറെ ആരോടും പറയാൻ നിൽക്കണ്ട.
തമ്പിച്ചേട്ടൻ്റെ ഇപ്രാവശ്യത്തെ നാടകത്തിൽ അഭിനയിക്കുന്ന നായിക കണ്ടിട്ടുണ്ടോ? അതാ സുന്ദരി ഒരു പെണ്ണ്. അവരുമായിട്ട് പാട്ടും അങ്ങനെ കുറേ സീനുകളുണ്ട്. പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു ബയോളജി കെമിസ്ട്രി അത് കണ്ടിട്ട് എനിക്ക് ഒരു ഇച്ചിരി വശപ്പശ തോന്നുന്നുണ്ട്. ഒന്ന് സൂക്ഷിച്ചാൽ നല്ല. പിന്നെ നീ എന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കണ്ടേ. എൻ്റെ തമ്പിച്ചേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാം. അവസാനം കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വരരുത്. ഞാൻ അതെ പറയാനുള്ള പറഞ്ഞു. റൊണാൾഡോ എന്ത്? അവരത്രയ്ക്ക് നല്ല സുന്ദരിയാ. ആര്? ആ നായിക തമ്പിയുടെ നാടകത്തില്. അയ്യോ സുന്ദരിയാണോന്ന് സിനിമാ നടിമാർ തോറ്റു. ഇപ്രാവശ്യം ആ നാടകത്തിന് അത്ര ആള് കൂടി തന്നെ അവരുടെ പോസ്റ്ററിലെ ഫോട്ടോ കണ്ടിട്ടാ. എനിക്കറിയാം അടുത്ത വർഷത്തെ സിനിമ ഉടനെയുള്ള സിനിമകളിൽ നായികയാവാൻ സാധ്യതയുണ്ട്. എത്ര വയസ്സ് വരും? വയസ്സൊരു 24, 25, ഒരു 30 വയസ്സ്. അവരുമ്പോ നല്ല ചേർച്ച കാണാൻ. ഹൈറ്റ് ഒക്കെ അതേപോലെ അല്ല സാർ. എന്ത് പറ്റി? ഒരു കുടുംബത്തിനൊരു ചെറിയ പണി കൊടുത്തപ്പോൾ എന്തോ ഒരു ആശ്വാസം. ഒരു രജിസ്റ്റേർഡ് ബുള്ളറ്റ് എഞ്ചിൻ പണിഞ്ഞൊരു സംതൃപ്തി. അത് കലക്കി. ഇത് ഇനിയൊന്നും ശരിയാവും. എടാ ഇതിലെ കളറൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. ആകെ 4 കളർ വെച്ചിട്ട് ഞാനും ചേച്ചി എങ്ങനെ വരയ്ക്കും? ആ ബാക്കി കളർ എവിടെ? 10 കളർ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ആ എവിടെ? എനിക്കറിഞ്ഞൂടാ. എല്ലാം കൊണ്ട് കളഞ്ഞോണം കേട്ടോ. ഞാൻ ഒന്നും കളഞ്ഞു. മാമ കളറൊന്നും ഇല്ല. ബാക്കി കളറൊക്കെ എന്ത്? ആകെ 4 കളറുണ്ട്. ഉള്ള കളർ വെച്ചാടി. അല്ല മതി ഇതിൽ കാണണോനോ തേടി. ഇവിടെ ചിലരൊക്കെ മാമനെ കളിയാക്കുന്നുണ്ടായിരുന്നു. വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഇവിടെ. ഓ രാവിലെ എന്തായി? കിട്ടിയാ? ഇല്ലേ? ഇങ്ങ് വന്നേ. എടുത്തോ? കിട്ടിയില്ലേ? അതൊന്നുമില്ല, ഞങ്ങള് സംസാരിക്കട്ടെ വേറെ കാര്യങ്ങൾ. കിട്ടിയില്ലായിരിക്കും. ബുക്ക് ചെയ്താ? പിന്നെ എന്റെ മക്കളൊരു കാര്യം ബുക്ക് ചെയ്യാൻ പറ്റും. ആണോ? ബുക്ക് ചെയ്ത് ആ എന്നിട്ട് ഒരു സന്തോഷമല്ലെന്നേ. അല്ലല്ല സന്തോഷമുണ്ട്. ഇത് ടിക്കറ്റ് കണ്ടിട്ട് ഉറപ്പ് വരുത്തിട്ട് സന്തോഷിക്കാന്ന് വിചാരിച്ചു. അല്ല ഇങ്ങനെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒന്നും നടക്കാറില്ല, അതുകൊണ്ട് അവർക്ക് സന്തോഷമില്ല. പിന്നെ ഇനി വിഷമിക്കണം. എടേ കനകം പറഞ്ഞാണ് 6 ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. 1, 2, 3, 4, 5. മക്കള് 4 നമ്മളുണ്ട് 6. അല്ല 6 പോരല്ലേ, 7 വേണ്ടേ? അല്ല അച്ചാച്ചന് വേണ്ടേ? അവൻ ജോലി തിരക്കല്ലേ? അതിപ്പോ കഴിയത്തില്ലേ? നീയല്ലേ പറഞ്ഞ അവന് നോക്കണ്ടത്? നമ്മൾ ഉച്ചഞ്ഞിട്ടല്ലേ പോണത്, അപ്പൊ വരും. അല്ല ഈ വണ്ടിയുടെ പണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഒന്ന് ചോദിക്കണ്ടേ ചേട്ടാ, അതല്ലേ മര്യാദ. നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കടി. അയ്യോ സത്യമല്ലേ മാമിക്ക് ഓർമ്മയില്ലേ? ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നത് പറയാത്തോണ്ട് 2 ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ചേട്ടനൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ബുക്ക് ചെയ്യണ്ടായിരുന്നാ? എടി നീയല്ലേ പറഞ്ഞ ഇന്നത്തെ ദിവസം നോക്കണ്ടെന്ന്. ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു നല്ല തിരക്കാണെന്ന് പറഞ്ഞല്ലേ. അല്ല എന്നെങ്കിൽ അച്ചാച്ചനൊന്ന് വിളിക്കണം, നീ വരികയില്ലെന്ന് അറിഞ്ഞിട്ട് ബുക്ക് ചെയ്യായിരുന്നല്ലോ. ഇനി ബുക്ക് ചെയ്താ കിട്ടുമോ? മക്കളെ ഇനിയിപ്പോ നമ്മൾ 6 പേർക്കുള്ള ടിക്കറ്റ് അടുത്തടുത്ത് കിട്ടും. ആ ഇനി കിട്ടിയാ കിട്ടി, അഥവാ കിട്ടണേ തന്നെ ഇനി മുമ്പോട്ടാണ് പോയിരിക്കണം. നമ്മളോട് ഇരിക്കാൻ പറ്റില്ലല്ലോ, അത് മതിയാ. നമ്മളെവിടെ ഇരിക്കുന്നത്? നമ്മള് ബാൽക്കണിയിലല്ലേ. നമ്മള് മേളിലിരുന്നിട്ട് അച്ചാച്ചനെ താഴെ ഇരുത്താൻ പറ്റുമോ? അല്ല ഇവനിപ്പോ എന്ത് ചെയ്യാനാണ്? പക്ഷെ വല്ലാത്തൊരു കൊല്ലാപ്പായെന്നുള്ളത്. ഒരു കാര്യം നമുക്കിത് ഒന്നീ നമുക്കെല്ലാടെ പോവാം, ഇല്ലെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്യാം. അല്ല അത് വേണ്ട, അത് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ഇത്രയും പൈസ പോകത്തില്ലേ? ഞാൻ എന്താ വേണ്ടത്? ചേട്ടനൊരു പണി, അച്ചാച്ചനോട് പോയി ചോദിക്ക്, നീ വരുന്നുണ്ടോന്ന് ചോദിക്ക്. ടിക്കറ്റ് എടുക്കാൻ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും. ഒരു മര്യാദയൊക്കെ ഉണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി ചോദിക്കും. ഞാൻ പോയി ചോദിക്കത്തൊന്നു, ഞാൻ എൻ്റെ അടുത്ത് വഴക്കടിക്കാം. ഏട്ടനാകുമ്പോ കുഴപ്പമില്ല, ചെന്ന് ചോദിക്കും. ശരി. അല്ല ഇത് വലിയ വഴക്കാവും, അതുകൊണ്ടാണ്. സിനിമയ്ക്ക് പോണ കാര്യം പറഞ്ഞായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ? മകള് പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേ? കുഴപ്പമില്ല, നോക്കാൻ അറിയാതെ ഞാനത് സംസാരിച്ച് റെഡിയായിക്കോളാന്ന്. നിങ്ങളാരും ഈ കാര്യം അവൻ്റെ അടുത്ത് പറയാറുണ്ട്. അത് ഞാൻ അവൻ്റെ ഒരു നയത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങളൊന്ന് റെഡിയാവും. എന്തിരിപ്പോ ഇരിക്കണത്? പോവല്ലോ. ആ പിന്നെ മകള് അടുക്കി വെച്ചിട്ട് മക്കളെ ആല് വേണ്ട അവൻ ചേർന്ന് മാമി വിളിപ്പിക്കട്ടെ. ബാ അപ്പം
എടി ഈ നേരത്ത് അപ്പോണ് അവിടെ അല്ല ചോറ് വേണ്ടെന്ന് പറഞ്ഞു രാവിലെ കാപ്പി കുടിച്ചില്ലായിരുന്നു ചോറ് ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കും. ആ നേരത്തെ വന്ന് ഈ അപ്പം കഴിച്ചിരുന്നെങ്കിൽ ഉച്ചക്ക് ചോറും കഴിച്ചിരുന്നെങ്കിലാ. അത് ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോഴേ ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു, പിന്നെ ഒരു ചായ കുടിച്ചു. അവിടെ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചായ അവിടെ അമ്മച്ചി ചെന്നൈക്കോലെന്ന് അറിയാം. എന്നാലും നഷ്ടപ്പില്ല. സാറിൻ്റെ ഒരു കാര്യം എന്താ അറിയാം, മറ്റുള്ളവരെക്കാളും 10-200 രൂപ പണിക്കൂലി അധികം തരും. 200 രൂപ അധികം തരും എല്ലാ പണിക്കും. പണി വൃത്തിയായിരിക്കണം. അപ്പം ഇതുകൊണ്ട് കൊടുത്താലേ സാറിൻ്റെ അവിടുത്തെ അമ്മച്ചിയുടെ അനിയത്തിയുടെ ഒരു ആക്റ്റീവ് കടയിരിപ്പുണ്ട്, അതിൻ്റെ ഏറെ പണിഞ്ഞുകൊണ്ടിരിക്കാം. അവിടെ വരുന്ന പൈസക്ക് വിളിച്ചോണ്ടിരിക്കുക. കാര്യം വഴക്കാണെങ്കിൽ പൈസ ഇട്ട് കൊടുക്കണ്ടേ. നന്നായിട്ടാ അതന്നെ പറഞ്ഞ. അവര് ഇവിടെ ഉണ്ട്. എടാ പിന്നെ ഞാനേ എൻ്റെ അടുത്ത് വേണ്ടേ തുടരും, ഇനിയും തുടരും. ഞാൻ എൻ്റെ വെള്ളവടി നിർത്താൻ തീരുമാനിക്കുന്നില്ല. നീ ആരാത് ചോദിക്കാൻ? നീ ഭാര്യയാണെ കൊണ്ട് കേസ് കൊടു. നിനക്ക് വേറെ ഒരു കാര്യത്തിനകത്ത് ആവലാതി ഇല്ലല്ലോ, ഉണ്ടോ? എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. നീ നിന്റെ തോന്നിയാലല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടോ? എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? കേട്ടോ, നിനക്ക് നിന്റെ ബന്ധുക്കാരെ അമ്മാച്ചന്മാരെ കാണുമ്പോൾ എന്നെ ഒരു ആക്കലുണ്ട്, അതിനെന്നെ കിട്ടത്തില്ല. നീ വച്ചിട്ട് പോയേ. എന്താ അച്ഛൻ ആലോചിച്ച് നോക്കൂ. അവളെ അമ്മാച്ചൻ്റെ ആങ്ങളമാരുടെ കൂടെ വേളാങ്കണ്ണി പള്ളിയിൽ പോയി. ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയണോ? അവർ ട്രാവലറിൽ കയറി ഇരിക്കുമ്പോൾ ഞാൻ അവളെ വിളിച്ചു, എടി നീ എവിടാ? അത് ഞാൻ ട്രാവലറില്ല അച്ചാച്ച, ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിൽ പോവാ, അച്ചാച്ചൻ വരുന്നു വന്നു. അതെന്തൊരു മര്യാദ? ഒരു വാക്ക് മുൻകൂട്ടി എൻ്റെ അടുത്ത് വെച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറയാം, അച്ചാച്ച അല്ലെങ്കിലും വിളിച്ചാൽ വരത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, വരുവോ വരാതിരിക്കുക അത് പിന്നത്തെ കാര്യം. നിനക്ക് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവില്ലയോ ഞാൻ? അല്ല പിന്നെ പറയരുത്. പറയാതെ പോയിട്ട് വന്നാൽ കുഴപ്പമില്ല. ഈ വിളിച്ചാക്ഷേപിക്കുന്നത് ശരിയാണ്. അങ്ങനെ നമുക്കൊരു വരുമാനമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഒഴിവാക്കരുത്. ഈ സ്നേഹിക്കുന്നവർ എന്നെ ഒഴിവാക്കുന്ന പോലെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങളാണ് എങ്ങനെ ചെയ്യോ? നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് വെച്ചിട്ട് നിങ്ങളത് ചെയ്യുമോ? എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കത്തില്ലേ? മുൻകൂട്ടി ചോദിക്കത്തില്ല, നീ വരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുക. സമയത്താണോ ചോദിക്കുക? അവക്കാൻ മര്യാദ ഇല്ലാതായിപ്പോയി. എന്താ പറയാനാ? നമ്മളിങ്ങനെ ഏഴാകൂടിയായിട്ട് നിൽക്കുക, എന്നിട്ട് എല്ലാവർക്കും ഇത് തട്ടാൻ വേണ്ടിയിട്ട്. അച്ഛമ്മക്ക് എന്തോ പറയണമെന്ന് പറഞ്ഞു. എന്തോ പറയണമെന്ന് പറഞ്ഞു. എനിക്ക് മതി, കഴിച്ചിട്ട് വേണ്ട. ഞാൻ ആ സാറിൻ്റെ വണ്ടി കൊണ്ടു കൊടുക്കട്ടെ. പൈസ ഇട്ട് അയച്ചു കൊടുക്കണമല്ലോ, ഭർത്താവായി പോയില്ലേ. ആൾക്ക് അത്ര സങ്കടമായി പോയി കേട്ടോ, അതാ കഴിക്കാതെ പോയത്. ഏട്ടനെന്താ പറയാഞ്ഞത്? നീ അവൻ പറഞ്ഞ കേട്ടല്ലേ ഇപ്പൊ? ഒരു കാര്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു, വേണ്ടപ്പെട്ട ഒരാൾക്കും വിഷമുണ്ടാവുന്നു. അത് ആർക്കെങ്കിലും ഉണ്ടാവും. ഇനിയിപ്പോ നമ്മളെങ്ങനെ പോവും? അറിയാതെ പോണം. അറിയാതെ അതെങ്ങനെ പോവും? പണിയുണ്ട്, അതൊന്നും നടക്കത്തൊന്നുമില്ല. നമുക്ക് നോക്കാം, നമുക്ക് പോവാം. ഇനി എത്ര സമയം ഇവിടെ മാറി നിൽക്കാൻ പറ്റുമോ? അന്നേരം വരാന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പരിപാടി. ഇതാണ് വെറുതെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കും. അതല്ല, നീ അല്ലേ പറഞ്ഞ ഇന്നത്തെ ദിവസം വരെ നോക്കണം എന്ന് പറഞ്ഞോണ്ടല്ലേ അവന് ബുക്ക് ചെയ്യായിരുന്നത്. വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യണം എങ്ങനെയാണ്? ചോദിച്ചായിരുന്നു വിളിച്ച്. മാമ മാമി ചേച്ചി എല്ലാരും വാ, റൊണാൾഡോ പോയി. പോയാ ഏട്ടാ വാട്ടാ പോകാം. ഫോട്ടോ വിളിച്ചില്ലായിരുന്നു ഏട്ടൻ? ഫോട്ടോ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എത്തും. മറിയാങ്ങളെ അമ്മ ഇത് വൃത്തിയുണ്ടോ? ആ ക്രീം അതൊന്നും കുഴപ്പമില്ല. അതേ വന്ന് സിനിമ പോകുമ്പോ കേറിക്കോ. നീ അറ്റത്തല്ലേ? ഞാൻ ഇരിക്കട്ടെ. ഇവന്റെ മടി കേറി. നീ നിങ്ങളെവിടെ പോന്നു? നീ ഇപ്പൊ തിരുവല്ലയിലോട്ട് പോയല്ലേ ഉള്ളൂ? പോയ വഴിക്ക് വണ്ടിയുടെ ഓണർ സാറ് വിളിച്ചിട്ട് പറഞ്ഞേ ടൂൾ ബോക്സിൽ എടുത്തു, അവിടെ ഇരിക്കുന്ന വണ്ടി അവിടെ ഇരുന്നങ്ങ് പണിയാന്ന് പറഞ്ഞു. അങ്ങനെ അത് എടുക്കാൻ വന്നേ. നിങ്ങളെവിടെ പോവാ? നാളെ ഒരു പറഞ്ഞോ?
അടുപ്പ സിനിമ കാണാൻ ഏത് സിനിമ? തുടരും. മറ്റേ ലില്ലിപ്പണോലും ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്ന് തീരുമാനിച്ചതാ. എടാ ഇത് ഭയങ്കര മോശമായി. എടാ അത് വേറെ കൊണ്ടല്ല. എന്നെ മച്ചമ്മ ഇത്രയും നല്ലൊരു ഹിറ്റ് സിനിമ റിലീസായിട്ട് എത്ര ദിവസമായി? അതാ ചൂടോടെ പോയി കാണണ്ടേ? ഇത്ര താമസിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ തന്നെ 2-3 തവണ കണ്ടു കഴിഞ്ഞു. നീ കണ്ട ഇത്ര താമസിച്ചാണോ പടം കാണാൻ പോകുന്നത്? അച്ചാച്ചൻ കണ്ടാ? പിന്നെ എന്നിട്ട് പറഞ്ഞില്ലല്ലോ. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റോസ്മേരി വിളിച്ചു പറയല്ലോ. അവള് പിന്നെ കുണുണ തുടങ്ങും. ഇതാ തുടക്കത്തിൽ പോയി ആ ഫാൻസ് ടീമിന്റെ ഉടനെ കയ്യടി മിസ്ഡടിയൊക്കെ അതല്ലേ കണ്ടേ? തിരുമല മുരുകനൊക്കെ കൊണ്ടാടിയാ കൊണ്ടാടിയാ കൊണ്ടാട്ടം. സൂപ്പർ പടം. പെട്ടെന്ന് പോയി കാണും. പോട്ടാ. അടുത്ത പിള്ളേരെ വിളിക്കണം. ചേട്ടാ കേട്ടാ? കേട്ടാ? Aliens